എല്ലാം തികഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിക്കാന്ന് വിചാരിച്ചു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കേട്ടോ. റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്വപ്നം ഈ ഒരു മുറിയിലും ഈ ഒരു മെഷീനിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എന്തുമാത്രം എഫോർട്ട് ഹാർഡ് വർക്ക് എടുക്കുന്നു, അതിന്റെ 100 ഇരട്ടി എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് എഫോർട്ട് എടുക്കുന്ന എൻ്റെ ഫാമിലി തന്നെയാട്ടോ. അതിലും എൻ്റെ വാപ്പാരിൽ നിന്ന് കിട്ടിയ 2000 രൂപയാണ് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉമ്മയെ മത്സരിച്ചിട്ടാണ് ഓരോ ഓർഡേഴ്സ് ആയാലും കംപ്ലീറ്റ് ചെയ്ത് കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ചില സമയങ്ങളിൽ ഡൗൺ ആയിട്ട് അങ്ങേയറ്റം ഡൗൺ ആയിട്ട് ഇരിക്കാറുണ്ട്. അതിലും എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ആവാൻ പറ്റത്തില്ല. ശ്രമിക്കുക, ജയിക്കുക, ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരുക. അതിലും ഒരു കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയാവുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ബട്ട് ദി റിയാലിറ്റി എന്ന് പറയുന്നത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാം സ്ട്രേഞ്ചേഴ്സാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരുപാട് കാര്യം ഞാൻ പഠിച്ചൊരു വർഷമാണ് ഇതെന്ന് പറയുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഓരോ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നൊരു ടൈമുണ്ട്. അതിലും എൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിമാലിയിൽ നിന്നാണ് ഒരു ഓർഡർ എനിക്ക് വരുന്നത്. ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് എന്തെന്നില്ലാത്തൊരു സന്തോഷം കൊണ്ടുവന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്രത്തോളം ഞാൻ എൻ്റെ ഉമ്മയെ എഫോർട്ട് എടുത്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് ഒരു ഓർഡർ ഫസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പടിപടിയായിട്ട് ഓരോ ഓർഡേഴ്സായിട്ട് കിട്ടി തുടങ്ങിയത്. ഈ കാണുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ടൈം എന്ന് പറയുന്നത് സ്പീഡായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങി തിരിക്കുക, റിസ്ക് എടുക്കുക, ട്രൈ ചെയ്യുക.